Hi friends, welcome to Tech Hub. This is Benjamin. Okay, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത് നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഇഷ്യൂ ആണ്. നമ്മൾ കമ്പ്യൂട്ടർ, നമ്മൾ ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും അത് ഇടയ്ക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റം ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. അങ്ങനെ സ്ലോ ആകും, അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്, അതെങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം, അതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് ഉണ്ട്. സിസ്റ്റം ബൂട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഹാങ് ആവുകയാണെങ്കിൽ ഇതിപ്പോൾ ബൂട്ടായി വന്നൊരു സിസ്റ്റമാണ്, ജസ്റ്റ് ബൂട്ടായി ഡെസ്ക്ടോപ്പ് വരുന്ന ടൈമുണ്ട്, ആ സമയത്ത് ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ് ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെസ്ക്ടോപ്പിൻ്റെ സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് ഒരുപാട് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാംസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. സോ നമ്മളതിന് ചെയ്യേണ്ടത് വിൻഡോസ് 10 വിൻഡോസ് 8 ആക്കി നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കാണുന്ന പോലെ സ്റ്റാർട്ട് ബട്ടൺ ഉണ്ടാവും, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടാസ്ക് മാനേജർ എടുക്കുക, സ്റ്റാർട്ടപ്പ്സ് എടുക്കുക. അതിനകത്ത് ആവശ്യമില്ലാത്ത സംഭവങ്ങൾ നമുക്ക് നോർമലി ഈ ഒരു പേജിൽ നമുക്ക് സ്റ്റാർട്ടപ്പ് പ്രോഗ്രാമിൽ നമുക്ക് മെയിൻലി ആവശ്യമുള്ളതെന്ന് പറയുന്നത് ആൻറ്റിവൈറസ്, അതുപോലെ വിൻഡോസ് ഡിഫൻഡർ, അങ്ങനെ 1-2 കാര്യങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കി ഈ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് കളയാം. അത് സെലക്ട് ചെയ്യുക. ഇത് ഡിസേബിൾ ആണ്. എനേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം. ഇതിപ്പോൾ എനേബിൾ ആണ്. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. ഈ എനേബിൾ ചെയ്യുക. ഈ മൈക്രോസോഫ്റ്റ് വൺ ഡ്രൈവ് നമുക്ക് ആവശ്യമില്ല, നമ്മളത് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, അതുപോലെ ഡിസേബിൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഗ്രാംസ് ഒരുപാട് മാറും. അതുപോലെ നിങ്ങളുടെ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആവും. ഇത് വിൻഡോസ് 8-ലും 10-ലും സെയിം ആണ്. നിങ്ങൾ വിൻഡോസ് 7 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ സ്റ്റാർട്ടപ്പിൽ സെർച്ച് ചെയ്യുക, സിസ്റ്റം കോൺഫിഗ് സെർച്ച് ചെയ്യുക. സിസ്റ്റം കോൺഫിഗിൽ നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന ടാബ് കിട്ടും. അതിൽ അൺടിക്ക് ചെയ്യുക. ടിക്കായിരിക്കും വരിക. ഇതിപ്പോൾ നമുക്ക് ഡിസേബിൾ എനേബിൾ ഓപ്ഷനാണ്. അൺടിക്ക് ചെയ്തിട്ട് പ്ലേ ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ സെക്കൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ഡ്രൈവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. നമ്മുടെ ഹാർഡ് ഡ്രൈവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്ന ആ ഹാർഡ് ഡ്രൈവ് റിലേറ്റഡ് ഇഷ്യൂ വരുമ്പോൾ നമ്മുടെ സിസ്റ്റം വളരെയധികം സ്ലോ ആയി പോകും. ഓക്കെ, നോർമൽ ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്നത് അത് ഒരുപാട് മൂവിങ് പാർട്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അത് ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ദിവസം വന്നിട്ട് ഒരു 1000s ടൈംസ് അത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ അതൊരു കണ്ടിന്യൂസ് യൂസ് ആണ്. നമ്മളൊരു സിസ്റ്റം കണ്ടിന്യൂസ് യൂസ് വരുന്നുണ്ടെങ്കിൽ 2-3 ഇയേഴ്സ് കൊണ്ട് ആ ഹാർഡ് ഡ്രൈവ് അങ്ങ് പോകും. നമ്മൾ ഈ ഒരു ഇതിന് സൊല്യൂഷൻ, ഇതൊരു വേറെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ SSD യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയും. ഇതിനെക്കുറിച്ചാണ് ഇത് കുറച്ച് അധികം പറയാനുണ്ട്. നമ്മളിതിന് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോർമൽ ഹാർഡ് ഡ്രൈവിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 to 3 ഇയേഴ്സ് ആണെങ്കിൽ നമ്മളുടെ SSDയുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 8 to 10 ഇയേഴ്സ് വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ കാണുന്ന ഇതാണ് SSD, ഇതാണ് നോർമൽ ഹാർഡ് ഡ്രൈവ് വരുന്നത്. നമ്മൾ ഒരു 90% സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ഹാർഡ് ഡ്രൈവാണ്. അത് ഒരുപാട് ബൂട്ട് ചെയ്യാൻ ഒരു ടൈം എടുക്കും. ബൂട്ടിങ് അതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 10 times ഫാസ്റ്ററാണ് നമ്മുടെ SSD കമ്പയർ ചെയ്യുമ്പോൾ. നമ്മുടെ നോർമൽ HDD കമ്പയർ ചെയ്യുമ്പോൾ 10 times ഫാസ്റ്ററാണ്. അതുപോലെ അതിൻ്റെ ബൂട്ടിംഗ് ടൈം ആണെങ്കിൽ നോർമൽ ഹാർഡ് ഡ്രൈവ് ബൂട്ട് ചെയ്ത് വരാനായിട്ട് 2 to 3 times എടുക്കുമെങ്കിൽ നമ്മൾ SSD ബൂട്ട് ചെയ്ത് വരാനായിട്ട് 15 to 20 minutes എടുക്കുന്നുള്ളൂ. അതുപോലെ വേറെ എന്ത് കേസിലാണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ SSD ആണ് നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നുക. ബട്ട് അതിൻ്റെ എക്സ്പെൻസീവ്, ഈ SSD എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡ് ഡ്രൈവ് കമ്പയർ ചെയ്യുമ്പോൾ SSD വളരെ എക്സ്പെൻസീവാണ്. നിങ്ങൾ ഫോട്ടോസ്, അതുപോലെ ഡാറ്റ, പേഴ്സണൽ ഡാറ്റാസ്, അതുപോലെ വീഡിയോസ് അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഗോ വിത്ത് SSD. ഓക്കെ, ഇതിപ്പോൾ ചില കേസിൽ ഇപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു SSD, ഒരു ഹാർഡ് ഡ്രൈവിന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു കേസ് ഞാൻ പറയാം. നമ്മൾ ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പ്രോപ്പർട്ടീസ് എടുക്കുക, ടൂൾസ് കാണാൻ പറ്റും. ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. എറർ ചെക്കിംഗ് എന്ന് കാണാൻ പറ്റും. ഇവിടെ എറർ ചെക്കിംഗ് ചെക്ക് ചെയ്യുക, സ്കാൻ ചെയ്യുക. ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒപ്റ്റിമൈസ് ചെയ്യാം. നമ്മൾ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് അത് ഒപ്റ്റിമൈസ് ചെയ്യാം. അത് നിങ്ങൾ ഓരോ ഡ്രൈവ് സെലക്ട് ചെയ്ത് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഒപ്റ്റിമൈസ് ഇതൊക്കെ നോർമൽ ഡെസ്ക്ടോപ്പിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് യൂട്ടിലിറ്റീസ് ഗൂഗിളിൽ അവൈലബിൾ ആണ്. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യാനും ഹാർഡ് ഡ്രൈവിൻ്റെ ഇഷ്യൂസ്, എറേഴ്സ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഹാർഡ് ഡ്രൈവ് ഫുള്ളായി പോകുന്നൊരു കേസുണ്ട്. 95% നമ്മുടെ ഹാർഡ് ഡ്രൈവ് ഫുള്ളായി പോയി. ഇതിൽ കേസിലിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9.63 GB ഫ്രീ ഉണ്ട്.
ഇതിപ്പോൾ ഇതിലും കൂടുതലായിട്ട് നമ്മൾ ഹാർഡ് ഡ്രൈവ് ഫുള്ളാകുമ്പോൾ നോർമലി സിസ്റ്റം സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം സിസ്റ്റം നോർമൽ ഓപ്പറേറ്റിംഗ് പ്രോഗ്രാംസ് റൺ ചെയ്യാനായിട്ട് അതിനകത്തൊരു ടെമ്പററി ഫയൽ എന്ന് പറയുന്ന ഒരു സംഭവം സേവ് ചെയ്യണം. അത് റിക്വയർഡാണ്. ആ സംഭവം ഉണ്ടെങ്കിൽ മാത്രമാണ് സിസ്റ്റത്തിന് നോർമൽ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ടെമ്പററി ഫയൽസ് സേവ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് നമ്മൾ സി ഡ്രൈവിന് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ OS കൺഫ്യൂഷൻ ആവും. OS എങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നറിയാതെ വരും. സിസ്റ്റം സ്ലോ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ മെയിൻലി സി ഡ്രൈവ് എപ്പോഴും നമ്മൾ ഫ്രീ ആക്കി വെച്ചിരിക്കാം. അടുത്തെന്ന് പറയുമ്പോൾ നമ്മളുടെ മെമ്മറിയാണ്. സിസ്റ്റത്തിൻ്റെ മെമ്മറി നമ്മളിപ്പോൾ നോർമൽ സിസ്റ്റത്തിൽ 32 ബിറ്റ് OS ആണെങ്കിൽ നമ്മളൊരു 2 GB മിനിമം, അതുപോലെ 64 ആണെങ്കിൽ ഒരു 4 GB ആണ് നമ്മൾ മിനിമം ആവശ്യമുള്ള മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ ഫോട്ടോ എഡിറ്റിംഗ് അതുപോലെ വീഡിയോ എഡിറ്റിംഗ് പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വേണം. അതുകൊണ്ട് നിങ്ങൾ റാം അപ്ഗ്രേഡ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ സിസ്റ്റം ഏതെങ്കിലും പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റാം അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം കൂടുതലാണ്. സോ നിങ്ങൾക്ക് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ റാമിൻ്റെ ഇഷ്യൂ ആണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടാസ്ക് മാനേജർ എടുക്കുക. ടാസ്ക് മാനേജർ എടുക്കാനായിട്ട് Ctrl+Shift+Escape പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ടാസ്ക് മാനേജർ കിട്ടും. അതല്ലെങ്കിൽ Windows 8 Windows 10 ആണെങ്കിൽ ഈ സ്റ്റാർട്ട് ബട്ടൻ്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടാസ്ക് മാനേജർ കൊടുത്ത ടാസ്ക് മാനേജർ നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് പെർഫോമൻസ് ടാബ് കാണാം. ഈ പെർഫോമൻസ് ടാബിൽ നിങ്ങൾക്ക് CPU കാണാം, മെമ്മറി കാണാം, ഡിസ്ക്, Ethernet, ബ്ലൂടൂത്ത് എല്ലാം കാണാൻ പറ്റും. ഇത് നമ്മളിപ്പോൾ ഒരുപാട് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മെമ്മറി എന്ന് പറയുന്നത് ഇപ്പോൾ 54 ആണ്. ഇതൊന്നും ചെയ്യാത്ത 54 കാണിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാംസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് 80, 90 92 ഒക്കെ വരെ കാണിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സിസ്റ്റം സ്ലോ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി അപ്ഗ്രേഡ് ചെയ്തേ പറ്റും. ആ ഒരു കേസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെമ്മറി അപ്ഗ്രേഡ് ചെയ്യുക, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവും. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ടെമ്പററി ഫയൽസിൻ്റെ ഇഷ്യൂ ആണ്. ടെമ്പററി ഫയൽസ് നേരത്തെ സംസാരിച്ച പോലെ നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് പ്രോഗ്രാംസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യണമെങ്കിൽ അതിന് ടെമ്പററി ഫയൽ സേവ് ചെയ്യും. സിസ്റ്റത്തിൽ അത് സേവ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാലാണ് പ്രോപ്പറായിട്ട് റൺ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ സേവ് ചെയ്യുന്ന ഡാറ്റ ഒരുപാട് ആയിക്കഴിഞ്ഞാൽ സിസ്റ്റം സ്ലോ ആവും. അപ്പോൾ അതിന് ചെയ്യേണ്ടത്, അതിന് നമുക്ക് ഒരുപാട് ഡിസ്ക് യൂട്ടിലിറ്റീസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണ്. സോ അതിന് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാനായിട്ടുള്ളത് മാനുവലി അത് കളയാന്നുള്ളതിന് സ്റ്റാർട്ട് ബട്ടൺ +R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൺ കിട്ടും. സ്റ്റാർട്ട് ബട്ടൺ +R. അതല്ല എങ്കിൽ നിങ്ങൾ Windows 10 ആണോ Windows 8 ആണോ അല്ലെങ്കിൽ Windows 7 ആണെങ്കിൽ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് റൺ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് സെയിം തന്നെ റൺ കിട്ടും. അവിടെ ജസ്റ്റ് %10% ടൈപ്പ് ചെയ്യുക, ഓക്കെ കൊടുക്കും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ടെമ്പററി ഫയൽസ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇതാണ് ടെമ്പററി ഫയൽസ് ആണ്. ഇത് കംപ്ലീറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. പെർമനൻറ്റ് ഡിലീറ്റ് കൊടുക്കുക. അതോടുകൂടി ആ ഫയൽസ് എല്ലാം പോകും. ആ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് ഈ ഒരു സംഭവം കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അടുത്തതെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ, അതല്ലെങ്കിൽ പ്രോസസ്സർ ഫാൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, പ്രോസസ്സർ ഓവർ ഹീറ്റ് ആവുക, അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിനെ അത് ബാധിക്കും. അതെ, അങ്ങനെ അപ്പോൾ അത് ചെക്ക് ചെയ്യുക. സിസ്റ്റം പെർഫോമൻസ് സിസ്റ്റത്തിൽ ഓവർ ഹീറ്റ് വരാനുള്ള 2-3 കാര്യങ്ങളുള്ളത്. ഡസ്റ്റ് കൂടുതൽ വരിക, അതിൽ നമ്മൾ ഹെയർ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ, പൊടി ഡസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ ബ്ലോക്കായി സിസ്റ്റം ഓവർ ഹീറ്റ് ആവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴും അത് ക്ലീൻ ചെയ്യുക. സിസ്റ്റംസ് ക്ലീൻ ചെയ്ത് ആ ഒരു ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കേസിൽ അങ്ങനെ ഒരു ഇഷ്യൂ. പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു വൈറസിൻ്റെ ഇഷ്യൂ. ഒരു വൈറസ് ആണ് നമ്മുടെ സിസ്റ്റത്തിൽ പെട്ടിട്ടുള്ളതെങ്കിൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്തിട്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ബെറ്റർ ഒരു മാൽവെയർ സ്കാൻ വെച്ചിട്ട് അത് സ്കാൻ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അത് കിട്ടുന്നില്ല, വൈറസ് മൂന്നില്ല, പെർഫോമൻസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സിസ്റ്റം റീഇൻസ്റ്റാൾ ചെയ്യുക, വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. വിൻഡോസ് റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു 99% നിങ്ങളുടെ ഇഷ്യൂസ് എല്ലാം സോൾവ് ആവും. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും സോൾവ് ആവും. റീഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് പറ്റുമെങ്കിൽ കംപ്ലീറ്റ് ഹാർഡ് ഡ്രൈവ് വൈപ്പ് ചെയ്ത് ഒന്നും കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഈ ഇത്രയും കാര്യങ്ങളും ചെയ്ത് വിൻഡോസ് റീഇൻസ്റ്റാളും ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഇഷ്യൂ പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഹാർഡ്വെയർ ഇഷ്യൂ. അതൊരു ഹാർഡ്വെയർ ഇഷ്യൂ ആണ്. ഹാർഡ്വെയർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഹാർഡ് ഡിസ്കിൻ്റെ ആവാം, റാമിൻ്റെ ആവാം, അതുപോലെ തന്നെ CPU വരെ ആകും. അപ്പോൾ നിങ്ങളൊന്ന് ഒരു സർവീസ് എഞ്ചിനീയറെ കണ്ട് അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കതൊരു യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇതുപോലെ വേറെ വീഡിയോസൊക്കെ എല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു.